ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുന്ന ഈ സന്ധ്യയിലും നമുക്കൊരുമിച്ച് ദൈവസന്നദ്ധിയിൽ ഇപ്രകാരമായിരിക്കുവാൻ കർത്താവ് നമുക്ക് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഈ മീറ്റിങ്ങിൽ ഗൂഗിൾ മീറ്റിലും ഫേസ്ബുക്ക് ലൈവിലുമൊക്കെ ഒരുമിച്ചായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. എഫ് ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫ് ലേഖനം 1-ാം അധ്യായത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങൾ ആ ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ള ആ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചത് ദൈവം നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ആരംഭിച്ചത്. നമ്മൾ എഫ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളായിരുന്നു വായിച്ചത്. ആ വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. എഫ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ ദൈവം നമ്മെ ദത്തെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ മക്കളാക്കി തീർക്കുവാനായിട്ട് അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരാനായിട്ട് നമുക്ക് കഴിയുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച വിശദമായിട്ട് ചിന്തിച്ചു. ഇന്ന് നമ്മൾ ആ വാക്യത്തിൽ തന്നെ മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. നമ്മളവിടെ വായിച്ചത് ദൈവം നമ്മെ ദത്തെടുക്കേണ്ടതിന് നിയമിച്ചു എന്നാണ്. പ്രീഡെസ്റ്റൈൻ ഫോർ അഡോപ്ഷൻ. അപ്പം ദൈവത്തിൻ്റെ മക്കളായിട്ട് ദൈവം നമ്മെ ദത്തെടുക്കുകയാണ് ചെയ്തത് എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തി അവൻ ജനിച്ചു വളർന്നത് മറ്റൊരു കുടുംബത്തിൽ, മറ്റൊരു സാഹചര്യത്തിൽ, മറ്റൊരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ, മറ്റൊരു സാമൂഹിക പശ്ചാത്തലത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഭവനത്തിലേക്ക്, ആ ഭവനത്തിലെ മകനായിട്ട് നിയമപരമായിട്ട് സ്വീകരിക്കുന്ന ആ പ്രക്രിയക്കാണ് നമ്മൾ ദത്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് ദൈവം നമ്മെ ദത്തെടുക്കുവാനായിട്ടാണ് നിയമിച്ചത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് നാം തീർന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ദത്തെടുപ്പിലൂടെയാണ് നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നത് എന്നാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് വാസ്തവത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളല്ലായിരുന്നു, ദൈവത്തിൻ്റെ മക്കളല്ലായിരുന്നു. കാരണം പാപം ചെയ്യുന്നവനൊക്കെ പിശാചിൻ്റെ വകയാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാപങ്ങൾ നിമിത്തം നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാതെ, ദൈവത്തിൻ്റെ ഭവനവുമായിട്ടൊരു ബന്ധവുമില്ലാതെ ദൈവഭവനത്തിൽ നിന്ന് അന്യപ്പെട്ടായിരുന്നിടത്തുനിന്ന് നമ്മെ ദൈവം തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ച ആ പ്രോസസ്സിനാണ്, ആ പ്രക്രിയക്കാണ് നമ്മൾ ദത്തെടുപ്പ് അല്ലെങ്കിൽ അഡോപ്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതായത് നമ്മൾ ഒരിക്കലും ദൈവഭവനത്തിലെ അംഗങ്ങളല്ലായിരുന്നു, ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളല്ലായിരുന്നു. നാം ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, ദൈവഭവനവുമായിട്ട്, ദൈവിക സാന്നിധ്യവുമായിട്ട്, ദൈവത്തിൻ്റെ യാതൊരു വാഗ്ദത്തങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാതെ നമ്മൾ കേവലം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടവരായിട്ട്, അന്യരായിരുന്നിടത്തുനിന്ന് ദൈവം നമ്മളെ എന്ത് ചെയ്തു? ദത്തെടുത്തു. അവൻ നമ്മളെ ദത്തെടുത്ത് അവൻ്റെ ഭവനത്തിലേക്ക് ചേർത്തു, അവൻ്റെ മക്കളാക്കി തീർത്തു. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു
അപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും ഇടപെടലുകളിലുമൊക്കെ ആ മാതാപിതാക്കളുടെ ഒരു സ്വഭാവം ഉണ്ടാകും. അത് ബയോളജിക്കലി തന്നെ അങ്ങനെയാണ് പറയുന്നത്. ഹെറിഡിറ്റി എന്ന് പറയുന്ന എന്താണ് പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ, ഹെറിഡിറ്റി എന്ന് നമ്മൾ പറയുന്ന ആ കാര്യം, അത് മാതാപിതാക്കളുടെ ഒത്തിരി സ്വഭാവങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിലുണ്ടായിരിക്കും. ഇപ്പം പലപ്പോഴും എന്നെയും എൻ്റെ ഫാദറിനെയും കൂടെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാകും ഞാനും അദ്ദേഹവും തമ്മിലുള്ള രൂപസാദൃശ്യം എന്താണെന്ന്. അതുപോലെ ഞാനും എൻ്റെ മൂത്ത മോളും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ, നിങ്ങൾ പലരും അവളെ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനും എൻ്റെ മൂത്ത മോളും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ മോളാന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല, കണ്ടാൽ തന്നെ അറിയാം. അപ്പം ആ ഒരു രൂപസാദൃശ്യവും സ്വഭാവവും ഒക്കെ പലപ്പോഴും മാതാപിതാക്കളുടേത് മക്കൾക്ക് ഹെറിഡിറ്റി ആയിട്ട്, പാരമ്പര്യമായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ദത്തെടുക്കപ്പെടുന്ന ഒരു മകനെ സംബന്ധിച്ചിടത്തോളം, ദത്തെടുത്ത് ഭവനത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തി മറ്റൊരു മാതാപിതാക്കൾക്ക് മറ്റൊരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ രൂപസാദൃശ്യവും സ്വഭാവവും ഒക്കെ ആ തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും താൻ ജനിച്ചു വളർന്ന ആ ഭവനത്തിൻ്റെയും ഒക്കെ ആയിരിക്കും തന്നിലുള്ള രൂപസാദൃശ്യവും സ്വഭാവവുമൊക്കെ. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് ദത്തെടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ, അപ്പം ഈ വ്യക്തി ഇങ്ങനെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അവൻ ദൈവത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ദൈവോചനപ്രകാരമുള്ള സ്വഭാവം ഉള്ളവനായി തീരും എന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവനാണ് ഇദ്ദേഹം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അവൻ ദൈവത്തിൻ്റെ മകനായി തീർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതൊരു ദത്തെടുപ്പിലൂടെയാണ് അവൻ ദൈവത്തിൻ്റെ മകനായി തീർന്നത്. അപ്പം ദത്തെടുപ്പിലൂടെ അവൻ ദൈവത്തിൻ്റെ മകനായി തീർന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ നടപ്പിലും അവൻ്റെ സംസാരത്തിലും അവൻ്റെ ജീവിത രീതികളിലുമൊക്കെ ഇപ്പോൾ തൻ്റെ പിതാവായി തീർന്ന ആ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളുമായിട്ട് വലിയ വ്യത്യാസം ഉണ്ടാകും. വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വ്യത്യാസം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. കാരണം ഇദ്ദേഹം ദത്തെടുക്കപ്പെട്ട ഒരു മകനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഒരുത്തൻ ദൈവത്തിൻ്റെ മകനായി തീർന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനായി തീർന്നാൽ ഓൺ ദ സ്പോട്ട് അവൻ്റെ സ്വഭാവം മൊത്തം അങ്ങോട്ട് കംപ്ലീറ്റ് വിശുദ്ധനാകണം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും നടക്കില്ല. നടക്കുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്ര പണ്ടേ വിശുദ്ധരായി തീർന്നേനെ അല്ലേ? പരമാർത്ഥമായിട്ട് സമ്മതിക്കുകയാണെങ്കിൽ നമുക്കും പറയാൻ പറ്റുന്നത് നമ്മളൊക്കെ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം എന്താണ്, നമ്മളൊക്കെ ദത്തെടുക്കപ്പെട്ട മക്കളാണ്. അപ്പം ദത്തെടുക്കപ്പെട്ടവരായതുകൊണ്ട് ആ പിതാവിൻ്റെ സ്വഭാവത്തോടും ആ ഭവനത്തിൻ്റെ രീതികളോടും ചിട്ടവട്ടങ്ങളോടും ഒന്നും നമ്മൾ പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിലും കാലം ചെല്ലുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവം നമ്മെ ദത്തെടുത്തതിൻ്റെ പുറകിൽ ദൈവത്തിന്, അല്ലെങ്കിൽ ദത്തെടുക്കുവാനായിട്ട് ദൈവം നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ മുൻനിയമനത്തിൻ്റെയും ആ ദത്തെടുപ്പിൻ്റെയും പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി നമ്മൾ അതാ ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ദത്തെടുപ്പിൻ്റെ പുറകിൽ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മെ ദത്തെടുക്കാനായിട്ട് മുൻനിയമിച്ചത് എന്നാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പം അത് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നിൻ്റെ കൂടെ ഒന്ന് വരാമോ? റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ, റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്:
അവൻ മുന്നെറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അപ്പം ദൈവം നമ്മെ ദത്തെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ അവൻ്റെ മക്കളാക്കി തീർക്കുവാനായിട്ട് അവൻ നമ്മെ മുൻനിയമിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചൊരു അൾട്ടിമേറ്റ് എയിമുണ്ട്, ഗോളുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ വലിയ വീട് വയ്ക്കണമെന്നോ, നമ്മൾ വലിയ വണ്ടി മേടിക്കണമെന്നോ, നമ്മൾ വലിയ ലക്ഷപ്രഭുക്കളോ മില്യണേഴ്സോ ബില്യണേഴ്സോ ഒന്നും ആയിത്തീരണമെന്നോ അങ്ങനെയൊന്നും അല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. We should be conformed to the very image and likeness of his son. അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകണം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ദത്തെടുക്കപ്പെട്ട ഈ കുടുംബത്തിലേക്ക് വന്നതാണ്. അപ്പോൾ ദത്തെടുക്കപ്പെട്ട കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പം നമ്മുടെ രൂപവും ഭാവവും ഇടപെടലും ഒക്കെ ഈ കുടുംബത്തിൻ്റെ രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. എന്നാൽ അവിടെ ഈ പിതാവിൻ്റെ ഒരു പുത്രനുണ്ട് അവിടെ. അവൻ ആ പിതാവിൻ്റെ ഏകജാതനായ പുത്രനാണ്. അതുകൊണ്ട് തന്നെ അവനാണ് ആ കുടുംബത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും റിഫ്ലക്റ്റ് ചെയ്യുന്ന, പ്രതിഫലിപ്പിക്കുന്ന ഒരു പുത്രനാണ് അവൻ. അപ്പം ഈ പിതാവ് നമ്മെ മുന്നറിഞ്ഞ് നമ്മെ ദത്തെടുക്കാനായിട്ട് മുൻനിയമിക്കുമ്പോൾ അവൻ്റെ മനസ്സിനകത്തുള്ളത് ഇതാണ്: ഇവരെ ഈ കുടുംബത്തിലേക്ക് ദത്തെടുത്ത് കൊണ്ടുവന്നിട്ട് ഇവരാരായിട്ട് മാറണം? എൻ്റെ ഏകജാതനായ പുത്രൻ്റെ സ്വരൂപത്തോട് ഇവർ അനുരൂപരാകണം. നോക്കിക്കേ, ഈ കൺഫർമേഷൻ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻ, ഈ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ ഈ കുടുംബത്തിലേക്ക് വന്നാലേ പറ്റുള്ളൂ, അല്ലാതെ നടക്കില്ല. നമ്മൾ ഈ കുടുംബത്തിന് പുറത്ത് നിൽക്കുമ്പോൾ ഒരിക്കലും ഈ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാവുക എന്നുള്ളത് ഇറ്റ് ഈസ് ഇംപോസിബിൾ, ഒരിക്കലും നടക്കാത്ത കാര്യം. എന്നാൽ അത് നടക്കണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് ഓൺലി വൺ വേ, ഒറ്റ വഴിയുള്ളൂ. എന്താണത്? നാം ഈ കുടുംബത്തിലേക്ക് വരണം. അപ്പം ദൈവം അതിനു വേണ്ടി നമ്മെ മുൻനിയമിച്ചു. എന്തിന്? നമ്മെ ദത്തെടുത്ത് ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ. എന്തിന് മക്കളെ? വെറുതെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാന്ന് പറഞ്ഞ് നടക്കാനല്ല. പിന്നെയോ, നമ്മെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നാം അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരാനായിട്ടാണ് ഈ ദത്തെടുപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ നമ്മൾ മോർ ആൻഡ് മോർ ഈ പുത്രൻ്റെ സ്വരൂപത്തോട് നമ്മളിങ്ങനെ അനുരൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലത്തേക്കാൾ ഇന്നും, ഇന്നത്തേക്കാൾ നാളെയും, നാളത്തേക്കാൾ മറ്റന്നാളും നമ്മൾ ഈ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രക്രിയക്കാണ്, പ്രിയമുള്ളവരെ, ആത്മീക വളർച്ച എന്നും ആത്മീക പക്വത എന്നുമൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. മറക്കരുത്. അപ്പം ദൈവം നമ്മുടെ ദത്തെടുത്തതിലൂടെ, അല്ലെങ്കിൽ ദൈവം നമ്മെ ദത്തെടുക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരണം. മറക്കരുത്. അപ്പം ഇതാണ് നമ്മുടെ അഡോപ്ഷൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് വീട് തരാനോ പൈസ തരാനോ നമ്മളെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും അതല്ല ദൈവത്തിൻ്റെ മനസ്സിലെ പ്ലാന്. അതല്ല. നമ്മൾ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം ഈ കാര്യം നേടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ കാര്യം
നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാനായിട്ട് ഏത് കാര്യം? നമ്മൾ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുക എന്നുള്ള ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് ദൈവം രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ പർപ്പസ് ഇതാണ്. നമ്മളെ കാണുന്നവർ നമ്മിലൂടെ ആരെ കാണണം? യേശുവിനെ കാണണം. ഞാനൊരു കാര്യം പറയാം. ഞാൻ പലപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എന്നെ കാണുന്നവർ എന്നിലൂടെ യേശുവിനെ കാണുമോ എന്ന് ചോദിച്ചാൽ പറ്റുമെന്ന് എനിക്കിപ്പോഴും പറയാൻ പറ്റില്ല കേട്ടോ. പറ്റില്ല. കാരണം ഞാനിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ഈ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടിട്ട് ഏകദേശം 30ഓളം വർഷങ്ങളായി. ബട്ട് സ്റ്റിൽ എനിക്ക് പറയാനായിട്ട് കഴിയില്ല ഞാൻ അവിടെ എത്തിയെന്ന്. ഞാൻ നോക്കുമ്പോൾ ഏതോ ഒരു പഴയൊരു ഇംഗ്ലീഷ് കവി പറഞ്ഞതുപോലെ എന്താണ്, ദർ ഈസ് മൈൽസ് ടു വാക്ക് ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞ പോലെ ഇനിയും ഞാൻ എത്രയോ മുമ്പോട്ട് പോകാനായിട്ടുണ്ട് യേശുവിനെ പോലെ ആകാനായിട്ട്. ഞാനിത് പഠിപ്പിക്കുമ്പോഴും ഞാനിത് പറയുമ്പോഴും നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ യേശുവിനെ പോലെ ആയി എന്നുള്ള രീതിക്കല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ഞാനങ്ങനെ ആയിട്ടില്ല. സ്റ്റിൽ ഐ ആം ട്രൈയിങ് ടു ഫോളോ ജീസസ്. ഇപ്പോഴും ഞാൻ യേശുവിനെ അനുഗമിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് ദൈവം എന്താണ് രണ്ട് രീതിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണെന്ന് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വരണം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം, അതിൻ്റെ ഒരു മിനിറ്റ് ഞാൻ നിർത്തോട്ടെ. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ, പത്രോസിൻ്റെ ഒന്നാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വായിക്കാം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. നോക്കൂ, ഇവിടെ ഒന്നാമത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, God has set Jesus as an example in front of us. ദൈവം യേശുവിനെ നമ്മുടെ മുമ്പിൽ ഒരു എക്സാമ്പിളായിട്ടൊരു മോഡലായിട്ട് വച്ചിരിക്കുക. അതവിടെ പറഞ്ഞത്, നിങ്ങൾ അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക അവൻ വച്ചേച്ചു പോയിരിക്കുന്നു. അപ്പം നമുക്ക് നടക്കാനായിട്ട് നമ്മുടെ മുമ്പേ പോയവൻ്റെ കാൽച്ചുവടുകൾ അവിടെ ഉണ്ട്. അത് മാഞ്ഞു പോയിട്ടില്ല. അതായത് വഴി അറിയാത്ത ഒരു ലക്ഷ്യത്തിലേക്ക് പോകാനല്ല ദൈവം നമ്മളോട് പറഞ്ഞത്. പിന്നെയോ ലക്ഷ്യം അവിടെ വച്ചിട്ട് അവിടേക്ക് എങ്ങനെ പോകണമെന്ന് നിങ്ങൾക്ക് മുമ്പേ ആ വഴിയിലൂടെ നടന്ന ഒരുത്തൻ്റെ കാൽപ്പാടുകൾ, ഫുട് പ്രിൻസ് അവിടെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ആ ഫുട് പ്രിൻസ് നോക്കി നമ്മൾ നടന്നാൽ മതി. അവൻ്റെ കാൽപ്പാടുകൾ നോക്കി നമ്മൾ നടന്നാൽ, അവൻ്റെ കാൽപ്പാടുകൾ നോക്കി അവൻ നടന്നിരിക്കുന്ന വഴിയിലൂടെ നമ്മൾ നടന്നാൽ അൾട്ടിമേറ്റ്ലി വി വിൽ ബി റീച്ചിങ് ദാറ്റ് പോയിന്റ്. നമ്മളവിടെ എത്തിച്ചേരും. അതാ കർത്താവ് ചെയ്ത ഒന്നാമത്തെ കാര്യം. അപ്പം നമുക്ക് നടക്കാനായിട്ടൊരു മാതൃക വച്ചിട്ടുണ്ട്. ആരാണ്?
യേശു തന്നെയാണത്. യേശു തന്നെയാണത്. എന്താണ്? അവൻ പാപം ചെയ്തിട്ടില്ല. നോക്കിക്കേ, അവൻ എന്ത് ചെയ്തിട്ടില്ല? പാപം ചെയ്തിട്ടില്ല. അപ്പം മക്കളെ, ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്? യേശുവിൻ്റെ ആ കാൽപ്പാടുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സൈഡ് ട്രാക്ക് ചെയ്യാണ്. നമ്മൾ സൈഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. കാരണം അവൻ പാപം ചെയ്തിട്ടില്ല. അവൻ്റെ കാൽപ്പാടുകളിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യില്ല? പാപം ചെയ്യില്ല. അപ്പോൾ പാപം ചെയ്യാതെ ജീവിക്കാനായിട്ടുള്ള ഒരു എക്സാമ്പിളായിട്ട് യേശുവിനെ ദൈവം നമുക്ക് വെച്ചിരിക്കുക. അവൻ പാപം ചെയ്തിട്ടില്ല. അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. അവൻ്റെ സംസാരത്തിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു. നമ്മളാണെങ്കിലോ, ഞാനൊക്കെ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഞാനൊക്കെ ഈ വാക്യങ്ങളുടെ മുമ്പിൽ എന്തുമാത്രം ദരിദ്രനാണെന്നറിയാമോ? എൻ്റെ മുമ്പിലെ ആ മാതൃകയുമായിട്ട് എന്നെ തന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ ഞാനൊക്കെ എത്ര ദരിദ്രനാണെന്നറിയാമോ? അപ്പം അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. എന്നിട്ട് പറയുക, തന്നെ ശകാരിച്ചിട്ട് ശകാരിക്കാതെയും. യേശുവിനെ വഴക്ക് പറഞ്ഞിട്ട് യേശു തിരിച്ചെന്ത് ചെയ്തില്ല? വഴക്ക് പറഞ്ഞില്ല എന്ന്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളെ ഒന്ന് ശകാരിക്കാനായിട്ട് ആരെങ്കിലും തുടങ്ങിയാൽ മതി, ഒന്നിങ്ങോട്ട് പറഞ്ഞാൽ നാലങ്ങോട്ട് പറയാനായിട്ടെങ്കിൽ ചൊറിഞ്ഞു കയറി വരുന്നത് എൻ്റെ അടക്കമുള്ള സ്വഭാവം. യേശുവിന് നോക്കിക്കേ, അവൻ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും. എന്താണ്? കഷ്ടമനുഭവിക്കുമ്പോഴും അവൻ ഭീഷണിപ്പെടുത്തിയില്ല. നമ്മളൊക്കെ ഭീഷണിപ്പെടുത്തും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, നിന്നെ ശരിയാക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തും. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ആക്ച്വലി ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കോ കൂടിപ്പോയി 10 ദിവസം മുമ്പ് ഞാനൊരു എന്നെക്കുറിച്ച് ചില ആൾക്കാരിങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ പറയുന്നതായിട്ട് ഐ നോ ഇറ്റ്. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ എന്നെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാനിങ്ങനെ കേട്ടു കഴിഞ്ഞപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയാമോ? എൻ്റെ മനസ്സിൽ വന്നൊരു പ്രാർത്ഥന എന്ന് ഞാൻ പറയുന്നതാണ്, ദാറ്റ് ഈസ് നോട്ട് പ്രയർ. എൻ്റെ മനസ്സിൽ വന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ദൈവത്തോട് പറയാൻ ശ്രമിച്ച കാര്യം ഇതാണ്: ദൈവമേ, ഞാൻ ഒന്നും ചെയ്യാതിരുന്നിട്ടും അവരെന്നെക്കുറിച്ച് ഇത്രയും പറഞ്ഞെങ്കിൽ നീ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന പോലെ ഇങ്ങനെ വന്ന്. പക്ഷേ വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, താനെന്താ ചെയ്യുന്നത്? സോ ഐ അണ്ടർസ്റ്റുഡ് മൈ ഫോൾട്ട്. എനിക്ക് മനസ്സിലായി ഞാൻ എന്താ ചെയ്തതെന്നുള്ളത്. അന്ന് ഞാൻ ആ ചിന്ത അവിടെ നിർത്തി. ഇപ്പോഴും ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, യു പ്ലീസ് ബ്ലെസ് ദാറ്റ് പേഴ്സൺ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, യേശുവിനെ സ്വീകരിച്ച് ഇത്രയും വർഷമായിട്ടും 10 ദിവസം മുമ്പും എൻ്റെ സ്വഭാവം ശരിയായിട്ടില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ വേ. അങ്ങനല്ല നമ്മൾ നിൽക്കേണ്ടത്. അപ്പം യേശു അവൻ ശകാരിച്ചിട്ട് കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്ര ചെയ്തത്. സോ ഇതൊരു എക്സാമ്പിളായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക. യേശുവിനൊരു എക്സാമ്പിളായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചേക്കുക. ഞാൻ 1-2 വാക്യങ്ങളിൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുപോകാം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ 20-ാം വാക്യം ഇല്ല, 18 വാക്യമുള്ളൂ. അതിൻ്റെ 10-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു.
അപ്പം യേശുവിനെ ദൈവം തികഞ്ഞവനാക്കി. ആ തികഞ്ഞവൻ എന്നുള്ള വാക്ക് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. യേശുവിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നു, അപ്പം കഷ്ടതയെ കൂടെയൊക്കെ നടത്തി ദൈവം അവനെ തികഞ്ഞവനാക്കി, അങ്ങനല്ല അതിൻ്റെ അർത്ഥം. അവിടെ തികഞ്ഞവൻ എന്നുപയോഗിച്ചിരിക്കുന്ന അതേ പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന് നമുക്കൊരു എക്സാമ്പിളായിട്ട് ദൈവം വച്ചിരിക്കുക. അപ്പം എക്സാമ്പിളായിട്ട് വച്ചിരിക്കുമ്പോൾ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആക്കണം. അതിന് അവൻ്റെ ജീവിതത്തിൽ എന്തുകൂടെ വേണം? കഷ്ടതയും കൂടെ അവൻ അനുഭവിക്കണം. എങ്കിലേ അവനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആവുള്ളൂ. അല്ലാതെ അവൻ കഷ്ടാനുഭവങ്ങളിൽ കൂടെ പെർഫെക്റ്റായി, അല്ലാതെ അവൻ പെർഫെക്റ്റ് അല്ലായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അവനെ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന ഒരു ലീഡറാണ് അവൻ. സോ അനേക പുത്രന്മാർ അവൻ്റെ കാൽച്ചുവടുകളെയാണ് പിന്തുടരേണ്ടത്. സോ ദൈവം എന്ത് ചെയ്തു? അവനെ താൻ അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ട് അവനൊരു തികഞ്ഞ എക്സാമ്പിളാക്കി മാറ്റുന്ന, ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാക്കി മാറ്റിയെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ കഷ്ടത്തിൽ കൂടെ പോകുമ്പം എങ്ങനെ പോകണമെന്ന് വരെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് യേശുവിനെ മാറ്റി. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ എബ്രായ ലേഖനമാണെങ്കിലും പത്രോസിൻ്റെ 1-ാം ലേഖനമാണെങ്കിലും ഒക്കെ എഴുതുന്ന സമയത്ത് സഭ അന്ന് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. റോമൻ ചക്രവർത്തിമാരാലൊക്കെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, യഹൂദന്മാരാലും റോമൻ ചക്രവർത്തിമാരാലും ഒക്കെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അവിടെ ഇപ്പം എബ്രായ തന്നെ പഠിക്കുമ്പോൾ നമുക്കറിയാം, വസ്തുവകളുടെ അപഹാരം നിങ്ങൾ സന്തോഷത്തോടുകൂടെ സഹിച്ചു, നിങ്ങൾക്കുള്ളതൊക്കെ പിടിച്ചു പറിച്ചപ്പോൾ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തില്ല എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ അവിടെ ഉണ്ട്. എന്നിട്ട് ഈ കഷ്ടതയെ കൂടെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവർ ഈ കഷ്ടത കാരണം അവർ വിശ്വാസത്തെ ക്ഷീണിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എബ്രായ ലേഖനകർത്ത അവരോട് പറയുക, നിങ്ങളുടെ നായകനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കഷ്ടതയിലും നിങ്ങൾക്ക് അവനെ എക്സാമ്പിളായിട്ട് വെച്ച് അവനെ ഫോളോ ചെയ്യാനായിട്ട് പറ്റും, ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. അതാ എബ്രായ ലേഖനകർത്ത പറയുന്നത്. പത്രോസിൻ്റെ ലേഖനത്തിലാണെങ്കിലും അതേ കൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് ആ സഭയെ വളരെ പീഡനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് പത്രോസിൻ്റെ 1-ാം ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ആവർത്തിച്ച് അപ്പോസ്തലനായ പത്രോസ് കഷ്ടത എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ആ കഷ്ടതയുടെ നടുവിൽ യേശുവിനെ ഫോളോ ചെയ്യാനായിട്ട് ഹീസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ. അവനൊരു തികഞ്ഞ മാതൃകയാവൻ മറക്കരുത്. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നമുക്ക് പിൻപറ്റാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് യേശു. എന്നാൽ ഞാൻ ഈ ഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, അപ്പോസ്തലനായ പത്രോസൊക്കെ ഇന്നത്തെ കാലത്താണ് ലേഖനം എഴുതുന്നതെങ്കിൽ ഒരുപക്ഷെ, പ്രത്യേകിച്ച് മലയാളി ക്രൈസ്തവർക്കൊക്കെ വേണ്ടി ഇന്നത്തെ കാലത്താണ് പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുന്നതെങ്കിൽ താൻ അതിനകത്തൊരല്പം വ്യതിയാനം വരുത്തുമായിരുന്നു എന്നെനിക്കൊരു ചിന്തയുണ്ട്. കാരണം ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന 99.25% ദൈവമക്കൾക്കും കഷ്ടതയൊന്നുമില്ല. അവരൊക്കെ സുഖസൗകര്യങ്ങളുടെ മടിത്തട്ടിലിങ്ങനെ നടക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ തന്നെ എന്തെങ്കിലും കഷ്ടത വന്നാലേ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ. അങ്ങനത്തെ ടീംസാണ് നമ്മളൊക്കെ. അപ്പം ഇന്നായിരുന്നെങ്കിൽ അപ്പോസ്തലനായ പത്രോസ് അങ്ങനെ ആയിരിക്കുകയല്ല എഴുതുന്നത്, എൻ്റെ ചിന്തയാണ്. കാരണം ഒരു വേദാധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ പാസേജിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഇന്നത്തെ കാലത്തേക്ക് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ ഞാൻ ആ പാസേജിൻ്റെ ഇന്നത്തെ കാലത്തെ റെലവൻസിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഇന്നായിരുന്നെങ്കിൽ അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ എഴുതിയെന്നെ, അവൻ നിങ്ങൾക്ക് പിന്തുടരുവാൻ നല്ലൊരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പത്രോസ് ഇങ്ങനെ പറഞ്ഞു തന്നെ, അവനെ പലർ പിടിച്ച് രാജാവാക്കുവാൻ വന്നപ്പോൾ അവൻ അവിടെ രാജാവാകാനായിട്ട് നിന്ന് കൊടുക്കാതെയും അവൻ്റെ പുറകെ ആയിരക്കണക്കിന് പേർ ഓസാന എന്ന് വിളിച്ചു വന്നപ്പോൾ
അവരുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കാതെയും നിങ്ങൾക്കൊരു നല്ല മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. കാരണം ഇന്ന് നമ്മളെയൊക്കെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് കഷ്ടതയല്ല, സമ്പത്തും സ്ഥാനമാനങ്ങളും പലതുമൊക്കെയാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. നമുക്കിന്ന് ദൈവത്തെ വേണ്ട. ലവോദിക്ക സഭയുടെ കാര്യം പറഞ്ഞ പോലെ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും കുറവില്ല, ഞാൻ സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളെയാ മലയാളക്കരയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവർക്കാണ് ലേഖനം എഴുതിയെങ്കിൽ പത്രോസ് പറഞ്ഞേനെ, തന്നെ പിടിച്ച് രാജാവാക്കുവാനായിട്ട് അനേകർ പല പ്രാവശ്യം വന്നപ്പോഴും അവരുടെ നടുവിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയതുപോലെ ഇന്ന് നമ്മളെ ആരെങ്കിലും ഒന്ന് പിടിച്ച് നേതാവാക്കാൻ വേണ്ടി കയ്യും കാലും ഇട്ടടിച്ച് നടക്കുക. എന്തൊക്കെയാ മക്കളെ നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഒന്ന് നേതാവാകാൻ വേണ്ടിയിട്ട്. ലക്ഷക്കണക്കിന് രൂപ കർത്താവിൻ്റെ വേലയ്ക്കെന്ന് പറഞ്ഞ് അനേക ദൈവമക്കൾ നൽകുന്ന ലക്ഷക്കണക്കിന് രൂപ ഇതിനൊക്കെ വേണ്ടി ചെലവാക്കി നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്ത് ആൾക്കാരെ സ്വാധീനിച്ച് ഇങ്ങനെ പലതും ചെയ്ത് നമ്മളൊക്കെ കാട്ടിക്കൂട്ടുന്ന ഈ വിക്രിയകളൊക്കെ പത്രോസ് അറിഞ്ഞാൽ പത്രോസ് പറഞ്ഞേനെ, യേശു നിങ്ങൾക്ക് മാതൃകയായിരിക്കുന്നത് കഷ്ടതയിലല്ല, തന്നെ പിടിച്ച് രാജാവാക്കാൻ വന്നവരുടെ മുമ്പിൽ നിന്ന് മാറിപ്പോയ യേശു. നോക്കിക്കേ. അപ്പം അതുപോലെ എന്താണ്, സമ്പന്നനായിരുന്നിട്ടും തന്നെത്താൻ ദരിദ്രനായി തീർന്ന യേശു. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏത് രീതിക്ക് നോക്കിയാലും ഹി ഈസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ, ഹി ഈസ് ദ പെർഫെക്റ്റ് മോഡൽ. കഷ്ടതയാണോ, ഹി ഈസ് ദ പെർഫെക്റ്റ് വൺ. നിങ്ങൾ സുഖ സൗകര്യങ്ങളുടെ നടുവിലും സ്ഥാനമാനങ്ങളുടെ നടുവിലും യേശുവിനെ പോലെ ആകാൻ കഴിയാതിരിക്കുകയാണോ, ഹി ഈസ് ദ പെർഫെക്റ്റ് മോഡൽ. ദൈവം നമുക്ക് ഒരു മാതൃക വച്ചിട്ടുണ്ട്, അവനെ നോക്കി അവനെ പോലെയാകാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മെ ദൈവം ദത്തെടുത്തതിൻ്റെ പുറകിലെ ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ്, നാം അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. അതിന് ദൈവം വച്ചിരിക്കുന്ന ഒന്നാമത്തെ വഴി, അവൻ ആ പുത്രനെ തന്നെ നമ്മുടെ മുമ്പിൽ ഒരു എക്സാമ്പിളാക്കി വച്ചിരിക്കുകയാണ്. സമയം പോട്ടേക്ക് പോകുന്നല്ലോ. ഞാൻ രണ്ടാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത് എബ്രായലേഖനം 12-ാം അധ്യായത്തിലാണ്. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? ഇവിടെ ദൈവം തൻ്റെ മക്കളെ ബാലശിക്ഷ കഴിക്കുന്ന ഒരു ഭാഗം നമ്മളിവിടെ കാണുകയാണ്. അപ്പം ദൈവം ഒന്നാമത് ചെയ്തത്, നാം നടക്കേണ്ട വഴി, യേശുവിൻ്റെ കാൽച്ചുവടുകൾ, ഫുട് പ്രിൻസ് അവൻ നമ്മുടെ മുമ്പിൽ വച്ച് തന്നിട്ടുണ്ട്. നീ അതിലേ അങ്ങ് പോയാൽ മതി. എന്നാൽ പലപ്പോഴും നമ്മൾ അതിൽ പോകാതിരിക്കുമ്പോൾ അതിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുവരാനായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? അവൻ ബാലശിക്ഷയിലൂടെ നമ്മെ കടത്തിവിടുന്നു. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ബാലശിക്ഷ എന്ന് പറയുന്നത് എന്തോ ശിക്ഷയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ബാലശിക്ഷ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കിനകത്ത് 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 1 ഇൻസ്ട്രക്ഷൻ, 2 ട്രെയിനിങ്, 3 ചാസ്റ്റേസ്മെൻറ്റ്. ഒന്നാമത്തത് ഇൻസ്ട്രക്ഷനാണ്. ദൈവം നമ്മളോട് ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മുടെ കാൽച്ചുവടുകൾ യേശുവിൻ്റെ മാതൃകയിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ ദൈവം നമ്മളോട് ആദ്യം അവൻ ഉപദേശിക്കുന്നു. എങ്ങനെ? നമ്മളെപ്പോലത്തെ ആൾക്കാരിൽ കൂടെയൊക്കെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളോടും പറയും, നിങ്ങളോടും പറയും, നമ്മളോടൊക്കെ ദൈവം ഇങ്ങനെ പറയും. ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻ. അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് മക്കളെ നമ്മൾ ശ്രമിക്കണം.
രണ്ടാമത് ദൈവം ചെയ്യുന്നത് ട്രെയിനിങ് ആണ്. എന്ന് വെച്ചാൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താണ് ഈ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മൂത്ത മോള് അവള് 3.5-4 വയസ്സെങ്ങാണ്ടായപ്പം ഒരു വല്ലാത്തൊരു പ്രശ്നം വന്നിട്ട് ഏകദേശം 6-7 മാസത്തിലധികം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവർക്കൊക്കെ അറിയാമത്. അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് അവള് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അവൾ ഏകദേശം ഒന്ന് മാറിക്കഴിഞ്ഞപ്പം പിന്നെ ഇവൾക്ക് നടക്കാനായിട്ട് അറിയില്ല, അല്ലെങ്കിൽ നടക്കാനായിട്ട് പറ്റില്ല. എന്നിട്ട് ഞാൻ ചെയ്തത്, ഇവളുടെ 2 കൈയും പിടിച്ച് ഞാൻ ഇവളെ ഇങ്ങനെ നടത്തിക്കുക. 6 മാസമോ 1 വയസ്സോ ഒക്കെ ആയ കൊച്ചിനെ നടക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഞാൻ എൻ്റെ മൂത്ത മോളെ, അവളുടെ 4 വയസ്സൊക്കെ ഉള്ള എൻ്റെ മൂത്ത മോളെ ഞാൻ 2 കൈയും ഇങ്ങനെ പിടിച്ച് നടക്കാനായിട്ട് ഇങ്ങനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഞാൻ. സോ ഗോഡ് വിൽ ബി ഡൂയിങ് ദ സെയിം തിങ്. ഗോഡ് വിൽ ബി ഡൂയിങ് ദ സെയിം തിങ്. നമുക്ക് സ്വന്തമായിട്ട് യേശുവിൻ്റെ കാൽച്ചുവടുകളിലൂടെ പോകാനായിട്ട് കഴിയാത്ത സമയത്ത് ദൈവം നിന്നെ ഒറ്റയ്ക്ക് തള്ളിവിടുന്ന ദൈവമല്ല. ഹീ വിൽ ബി ഹോൾഡിങ് യുവർ ഹാൻഡ്സ്. അവൻ നിന്റെ കൈകളെ പിടിച്ച് നിന്നെ ആ കാൽച്ചുവടുകളിലൂടെ നടക്കാനായിട്ട് അവൻ നിന്നെ പരിശീലിപ്പിക്കും. സോ ഒന്നാമത് ദൈവം നിങ്ങളോട് ഉപദേശിക്കും. രണ്ടാമത് നിങ്ങളുടെ കയ്യിൽ പിടിച്ച് ആ ചുവടുകളിലൂടെ എങ്ങനെ നടക്കണമെന്നുള്ള ദൈവം നിങ്ങളെ പരിശീലിപ്പിക്കും. എന്നിട്ടും നിങ്ങൾ ദൈവത്തിൻ്റെ കൈ വിടുവിച്ചിട്ട് ഓടിപ്പോകാനായിട്ട് നോക്കിക്കഴിഞ്ഞാലാണ് ചാസ്റ്റേജ്മെൻ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരിക. ചിലപ്പം തലക്കിട്ട് ചെറിയൊരു കൊട്ടൊക്കെ വെച്ച് തന്നു വരും. ഡോണ്ട് തിങ്ക് ദാറ്റ് ദ ഡിസിപ്ലിനിങ് ഓഫ് ഗോഡ് ഈസ് മിയർലി ചാസ്റ്റേസിങ്. ദൈവത്തിൻ്റെ ബാലശിക്ഷ എന്ന് പറയുന്നത് തല്ലൽ മാത്രമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ഉപദേശങ്ങൾ കൊടുക്കുന്നു. 2, അവനെ ട്രെയിൻ ചെയ്യുന്നു, പരിശീലിപ്പിക്കുന്നു. 3-ാമത്തതാണെന്ത്? ചെറിയൊരു കൊട്ടും കിഴുക്കുമൊക്കെ കൊടുക്കുന്നത്. സോ എന്തിനാ നീ യേശുവിൻ്റെ കാൽച്ചുവടുകളിൽ കൂടെ പോകാനായിട്ട്? എനിക്കിഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാ. ദൈവം എന്നോട് അതിനേക്കാളൊക്കെ എത്രയോ പ്രാവശ്യം എന്നെ ഇൻസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. എനിക്ക് കഴിയാത്ത സ്ഥലങ്ങളിലൂടെ എന്നെ നടത്താനായിട്ട് എൻ്റെ കൈ പിടിച്ച് നടത്തിയിട്ടുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഞാൻ വായിക്കുന്നൊരു വാക്യമുണ്ട്, ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എവിടെ? റോമാലേഖനം 8-ാം അധ്യായത്തിൽ തന്നെ ആ വാക്യം നമ്മൾ വായിച്ച 29-ാം വാക്യത്തിൻ്റെ മുകളിലത്തെ വാക്യമാണ്, 26-ാം വാക്യമാണെന്ന് തോന്നുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അവൻ നമ്മുടെ കയ്യെ പിടിച്ച് നടത്തിക്കൊണ്ട് പോകും. മക്കളെ, നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അപ്പൊ ദൈവം 2 കാര്യങ്ങളാണ് വെച്ചത്. 1, അവനൊരു എക്സാമ്പിൾ വെച്ച് തന്നു. ആ ഫുട് പ്രിന്റ്സ് ഇന്നും മാഞ്ഞു പോയിട്ടില്ല. നോക്കിക്കേ, പലപ്പോഴും നമ്മുടെയൊക്കെ ഫുട് പ്രിന്റുകൾ പതിയുന്നത് കടൽ തീരത്ത് നനഞ്ഞു കിടക്കുന്ന മണല്ല. പക്ഷെ അടുത്തൊരു തിര വരുമ്പോൾ ആ ഫുട് പ്രിന്റ്സ് കാൽപ്പാടുകൾ മാഞ്ഞു പോകും. ഇല്ലെങ്കിൽ മരുഭൂമിയിലെ മണലിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കാൽപ്പാടുകൾ അവിടെ പതിഞ്ഞു കിടക്കും. പക്ഷെ അടുത്തൊരു കാറ്റ് വരുമ്പോൾ ആ കാറ്റിൽ മണലെല്ലാം കൂടെ വന്ന് അത് മൂടിക്കളയും. പക്ഷേ യേശുവിൻ്റെ കാൽപ്പാടുകൾ, അത് ഞാൻ എൻ്റെ ഭാഷയിൽ പറയട്ടെ, ഒരു പാറസ്ഥലത്ത് കൊത്തിവെച്ചതുപോലെയാണ്. തിരമാല വന്നാലും കാറ്റ് വന്നാലും മായാത്ത കാൽപ്പാടുകൾ യേശു നമുക്ക് വേണ്ടി വെച്ച് തന്നിട്ടുണ്ട്. യു ജസ്റ്റ് ഗോ ത്രൂ ദ ഗോസ്പൽസ്. സുവിശേഷങ്ങളിലൂടെ കടന്നു പോവുക. യേശുവിൻ്റെ സ്വഭാവം എന്തായിരുന്നു നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. കഷ്ടതകളോട് യേശു എങ്ങനെയാണ് പ്രതികരിച്ചത്? അപവാദങ്ങളോട് യേശു എങ്ങനെയാണ് പ്രതികരിച്ചത്? തന്നെ ഭ്രാന്തനെന്ന് വിളിച്ചപ്പോൾ, താൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ, തന്നെ തെറ്റുകാരനാക്കി ചിത്രീകരിച്ചപ്പോൾ എങ്ങനെയാണ് യേശു പ്രതികരിച്ചത്?
കഷ്ടതകളുടെ നടുവിൽ യേശു എങ്ങനെയാണ് പ്രതികരിച്ചത്? തന്നെ പിടിച്ച് രാജാവാക്കാനായിട്ട് വന്നപ്പോൾ യേശു എങ്ങനെയാണ് പ്രതികരിച്ചത്? നമുക്ക് കാണാനായിട്ട് കഴിയും. ദാറ്റ് എക്സാമ്പിൾ ഈസ് ദെയർ ഇൻ ദ ഗോസ്പൽസ്. അവൻ്റെ കാൽച്ചുവടുകൾ ആ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചത്, ദൈവം നമ്മെ ദത്തെടുത്തത് അവൻ്റെ പുത്രനോട് അനുരൂപപ്പെടാൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്കും ആ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ പുത്രൻ്റെ സ്വരൂപത്തോട് എന്നെ ഒന്ന് ഏകീകരിക്കണമേ, അങ്ങനെ ആകാനായിട്ട് അവിടെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വെച്ചാൽ അടുത്ത ഞായറാഴ്ച വീണ്ടും ഇതേ സമയത്ത് നമുക്ക് ഈ പഠനവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.